ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ സന്ദേശത്തിൽ നാം കണ്ടു ദൈവവചനം ഇരുവായ്ത്തലയുള്ള വാളാണ്. ഈ വാളിന് രണ്ട് ഉപയോഗങ്ങളുണ്ട്. അതിലൊന്ന് നാം കണ്ടു, നമ്മുടെ ശത്രുവായ പിശാചിനോട് പോരാടി അവനെ ജയിക്കുവാൻ വേണ്ടിയാണ്. രണ്ടാമത് ഈ വാളിൻ്റെ ഉപയോഗം നമ്മൾക്കൊരു വാക്യം ഒന്നുകൂടി വായിക്കാം. എബ്രായർ 4:12 വാക്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. നമ്മുടെ ഹൃദയത്തിലെ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ നശിപ്പിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മത്തായി 15:19 നാം കാണുന്നു. ദുർചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിൽ നിന്ന് വേർതിരുവാൻ നമ്മെ ഉപദേശിക്കുകയും ചെയ്യുന്നു. വചനത്തിൽ അനേക ഉദാഹരണങ്ങൾ ദൈവം നമ്മൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം നമുക്കിന്ന് നോക്കാം. യോനാപ്രവാചകനോട് ദൈവം പറഞ്ഞു, നിനവേൽ ചെന്ന് എൻ്റെ വചനം പറയുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ് എന്ന് യോനാപ്രവാചകന് അറിയാമായിരുന്നു. അതുകൊണ്ട് യോന നിനവിക്ക് പോകുന്നതിന് പകരമായി തർസോസിലേക്ക് പോകുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു യോന വീണ്ടും ദൈവവചനം കേട്ടു. ദൈവത്തിൻ്റെ വചനം യോനയോട് ദൈവം വീണ്ടും പറഞ്ഞു, ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അല്ലെങ്കിൽ വചനം നിനവയോട് പ്രസംഗിക്കുക. യോന അനുസരിച്ച് പോയി നിനവയിൽ പ്രസംഗിച്ചു. യോന പ്രസംഗിച്ചത്, ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലനാശം ആകും എന്ന് പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ഓരോരുത്തരും താൻ്റെ ദുർമാർഗവും താൻ്റെ ദുഷ്ടതയും വിട്ടിട്ട് അവരുടെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരിഞ്ഞ് അവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവരോട് ക്ഷമിച്ചു. അതേ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. നമുക്ക് മൂന്നാമതായി ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനം 119:105 വാക്യം. നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 1960-കൾക്ക് മുൻപേ നമ്മുടെ വീടുകളിലും ഗ്രാമങ്ങളിലും ഒന്നും ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല. അന്ന് വീടുകളിൽ മണ്ണെണ്ണ വിളക്കുകൾ ഉപയോഗിച്ചിരുന്നു. റാന്തൽ വിളക്കുകളും ഉപയോഗിച്ചിരുന്നു. എന്നാൽ രാത്രിയിൽ പുറത്തു പോകുന്നതിന് വേണ്ടി നീളമുള്ള പുല്ലുകൾ അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഓലകൾ കൂട്ടിക്കെട്ടി അത് ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ അറ്റത്ത് തീ കൊളുത്തി ഒരാൾ അത് പിടിച്ച് മുൻപിൽ നടക്കും. ബാക്കിയുള്ളവർ ആ വെട്ടത്തിൽ നടന്നാണ് കൺവെൻഷൻ, രാത്രി യോഗങ്ങൾ, രാത്രി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത്. അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇത്. വഴിയിൽ ഒളിച്ചു കിടക്കുന്ന പാമ്പ്, എട്ടുകാലി, തേൾ എന്നിവയിൽ നിന്നും ഒളിഞ്ഞു കിടക്കുന്ന കുഴികൾ, മുള്ളുകൾ എന്നിവയിൽ നിന്നും നമ്മെ രക്ഷിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ വഴി തെറ്റാതെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ആവശ്യമാണ്. വചനം നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് കനാനിലേക്കുള്ള മരുഭൂമി യാത്രയിൽ ഓരോ ദിവസവും ദൈവം അവരെ നടത്തുന്നതായി കാണുന്നു. പുറപ്പാട് 13:21-22 നാം കാണുന്ന അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. ഒന്ന് ഓർത്തു നോക്കിക്കേ, രാത്രിയിൽ അവർക്ക് അപകടം വരാതിരിക്കുന്നതിന് രാത്രിയിൽ വെളിച്ചവും പകൽ ചൂട് അനുഭവിക്കാതിരിക്കുവാനായിട്ട് മേഘസ്തംഭത്തിൽ ദൈവം അവരെ വഴി നടത്തി. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായിട്ട് കൊണ്ടുപോകുന്നത് പോലെ, അല്ലെങ്കിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ കാക്കുന്നത് പോലെ ദൈവം താൻ അവരെ മരുഭൂമിയിൽ കൂടി നടത്തി അവരെ കനാൻ നാട്ടിലെത്തിച്ചു. എന്നാൽ സഹോദരിമാരെ, ഇന്ന് നമ്മൾക്ക് വഴികാട്ടുവാനായിട്ട് ദൈവത്തിൻ്റെ വചനമുണ്ട്. ഈ ദൈവവചനത്തിൽ വിശ്വസിച്ച് അതനുസരിച്ച് നാം ജീവിച്ചാൽ നാം ഒരിക്കലും വഴി തെറ്റുകയില്ല. അത് നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. അതുകൊണ്ട് ഈ വചനം വായിക്കുവാനും പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ ഏത് സാഹചര്യത്തിൽ കൂടെ പോകേണ്ടി വന്നാലും
അവൻ ലജ്ജിക്കുകയില്ല. ഈ വചനം അവന് വഴി കാണിച്ചു തരും. നാം ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് നമുക്ക് കേൾക്കാം. ഞാനിനി എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യും, എൻ്റെ വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്, മുമ്പോട്ട് പോകുവാൻ എനിക്ക് ഇരുട്ടാണ് എന്ന് തോന്നുന്ന സന്ദർഭത്തിലും വഴി ഇതാകുന്നു എന്നൊരു ഇമ്പസ്വരം കേൾക്കുവാനും അതനുസരിച്ച് മുമ്പോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. ദൈവം താൻ തന്നെ നമുക്ക് വഴി കാട്ടും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഭയമില്ലാത്തവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.